നിങ്ങളൊരു വാഹന ഉടമയാണോ? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഈ ചെല്ലാനുമായി ബന്ധപ്പെട്ട് പുതിയ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ വണ്ടിയുടെ ഫൈനെ സൂചിപ്പിക്കുന്ന മെസ്സേജുകൾ വാട്സപ്പിലും SMS ആയിട്ട് വന്നിട്ടുണ്ടാവാം. വാട്സപ്പിൽ ഒരിക്കലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ ഒരു തരത്തിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് അയക്കില്ല. അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ 100% അത് സ്കാം ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. രണ്ടാമത് SMS ആയിട്ട് മെസ്സേജ് വന്നാൽ തന്നെ നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ മാത്രം കയറി അത് വെരിഫൈ ചെയ്യുക. അത് അവിടെ നിന്ന് മാത്രം പേ ചെയ്യുക. കാരണം പല സൈറ്റുകളും ഇല്ലാത്ത ചെല്ലാൻ തന്നെ അവർ ജനറേറ്റ് ചെയ്ത് അടപ്പിക്കുന്നുണ്ട് അവരുടെ സൈറ്റിൽ. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിലുള്ള ചെല്ലാനുകൾ അതിൻ്റെ ഇരട്ടി എമൗണ്ട് മേടിച്ച് പേയ്മെൻറ്റ് അടപ്പിക്കുന്നതായിട്ടും ചില സൈറ്റുകളിൽ കാണുന്നുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സ്കാമുകളിലൊന്നും ചെന്ന് പെടരുത്. ആദ്യമേ ഏറ്റവും സിമ്പിളായിട്ട് വാഹൻ പരിവാഹൻ നിന്ന് സെർച്ച് ചെയ്യുക. വാഹൻ പരിവാഹൻ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് parivahan.gov.in എന്നുള്ളൊരു സൈറ്റ് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഈ വരുന്ന പോപ്പപ്പ് ക്ലോസ് ചെയ്യുക. ഓൺലൈൻ സർവീസിൽ ഇ ചെല്ലാൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇ ചെല്ലാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഥവാ ഒരു ചെല്ലാൻ നമ്പർ നിങ്ങൾക്ക് SMS ആയോ മറ്റോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെല്ലാൻ നമ്പർ ഇവിടെ അടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ വെഹിക്കിൾ നമ്പർ എന്ന് കാണിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു നമ്പർ അടിച്ച് കാണിക്കാം. വണ്ടി നമ്പർ അടിച്ചു, ക്യാപ്ച അടിച്ചു കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വന്നേക്കുന്ന ചെല്ലാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ചെല്ലാൻ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വണ്ടിയുടെ ഫൈനിന് കാരണം എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ചേക്കുന്ന ഫൈൻ തന്നെ ആണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഓപ്ഷൻ ഇങ്ങനെയാണ്. പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. OTP വന്നു, സബ്മിറ്റ് അടിച്ചു. ഡയറക്റ്റ് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ട്രഷറി എന്നുള്ള സെലക്ട് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. കണ്ടിന്യൂ അടിക്കുക. ഇവിടെ 2-3 പേയ്മെൻറ്റ് ഗേറ്റ്വേകളുണ്ട്. ഞാൻ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് രണ്ടാമത്തേതാണ്. ഇതിനകത്ത് നമുക്ക് UPI പേയ്മെൻറ്റ്സ് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൊസീഡ് ടു പേ അടിക്കുക. ഇവിടെ വീണ്ടും ഓക്കെ കൊടുക്കുക. UPI ഓപ്ഷൻ എടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് UPI ID അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ QR കോഡ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മൊബൈൽ വെച്ച് ഡയറക്റ്റ് സ്കാൻ ചെയ്ത് അയക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം QR കോഡ് വെച്ച് ഇത് അയക്കുകയാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി. വീണ്ടും ജനറേറ്റ് പ്രിൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ നിർബന്ധമായിട്ടും ഈ പ്രിൻ്റ് സൂക്ഷിച്ചു വെക്കുക. കാരണം പല സാഹചര്യങ്ങളിലും പേയ്മെൻറ്റ് റിസീവ് ആകാത്ത രീതിയിലൊക്കെ കാണിച്ചെന്ന് വരാം. അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ കയ്യിലുള്ള റെസിപ്റ്റ് കൊണ്ടുപോയി കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കൺഫേം ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഈ പ്രിൻ്റ് സൂക്ഷിച്ചു വെക്കുക.